നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ജോഗ്രഫി ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. അപ്പോൾ ആ ലോകത്തെ ക്ലൈമാറ്റിക് റീജിയൻസ് എന്തൊക്കെയാണ്, ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചുകൾ ഒക്കെ കാരണമാകുന്നത്, എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്, എന്തൊക്കെയാണ് അതിന് കാരണമാകുന്നത് എന്നൊക്കെയുള്ള ടോപ്പിക്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. Is climate the same everywhere in the world? Some places experience severe cold and snowfall, whereas it will be extremely hot and arid elsewhere. There are also areas with moderate temperature and humidity. Our Earth is enriched with such diverse climates. You have studied about weather elements in the previous chapter. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ഒരേ ടൈപ്പ് ക്ലൈമറ്റ് ആണോ ഉള്ളത്. ചിലയിടത്ത് നല്ല കോൾഡായ സ്നോഫോളൊക്കെ ഉള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ചിലയിടത്ത് എന്താണ് ഹോട്ട് ആൻഡ് അരിഡ് ക്ലൈമറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്തൊക്കെയാണ്? എല്ലായിടത്തും ഒരുപോലെയല്ല ടെമ്പറേച്ചർ ഉള്ളത്, ഹ്യൂമിഡിറ്റി ഉള്ളത്, അതിനൊക്കെ എന്താണ് ഡിഫറൻ്റ് ആയ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ എലമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു ലോകത്തുള്ള ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് റീജിയൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഒരു ക്ലൈമറ്റിക് റീജിയൻ എന്നാണ്. വാട്ട് ഈസ് എ ക്ലൈമറ്റിക് റീജിയൻ? എ ക്ലൈമറ്റിക് റീജിയൻ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ജോഗ്രഫിക്കൽ ഏരിയ ഇൻ വിച്ച് സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സർവ്ഡ്. ഇപ്പോൾ ഒരു ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയാണ്. ഒരേ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരേപോലത്തെ ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന ഒരു വലിയ ഏരിയയാണ് നമ്മൾ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒരേപോലത്തെ ക്ലൈമറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ഒരുപാട് മേജറായിട്ടുള്ള ക്ലൈമറ്റിക് റീജിയൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, രണ്ടാമത്തേത് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ, 3 സവാന ക്ലൈമറ്റിക് റീജിയൻ, 4 ഹോട്ട് ഡെസേർട്ട്സ്, 5 ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്, 6 മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ, 8 ടൈഗ റീജിയൻ, 9 ടുൻഡ്ര റീജിയൻ. അങ്ങനെ ഇത്രയാണ് ക്ലൈമറ്റിക് റീജിയൻസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലൈമറ്റിക് റീജിയൻസാണ് പ്രധാനമായിട്ടും ഉള്ളത്. Each climatic region has its own unique climate and flora and fauna developed according to it. Human life is a respective climatic region is also molded according to the geographical features. Let us delve deep into the characteristics of this major climatic regions. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ക്ലൈമറ്റിക് റീജിയനും അതിൻ്റേതായ ക്ലൈമറ്റിക് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ ക്ലൈമറ്റ് ഉണ്ട്, അതിൻ്റേതായ ഫ്ലോറ ഉണ്ട്, അതിൻ്റേതായ ഫോണ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമുക്ക് ഡീൽ ചെയ്യാം താഴോട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റീജിയൻസിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതവും ആ ഒരു ക്ലൈമറ്റിനനുസരിച്ചാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മൗൾഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലൈമറ്റിക് റീജിയനിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. ദ ക്ലൈമറ്റിക് റീജിയൻ എക്സ്റ്റെൻഡ്സ് അപ് ടു 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. അപ്പോൾ ഈ ക്ലൈമറ്റിക് റീജിയൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ലോകത്തിൽ ആ ഒരു ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ആ ഒരു പ്രദേശത്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അനുഭവപ്പെടുന്നത്. ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. This climatic region is hotter because sun rays fall almost vertical throughout the year. This results in higher air convection and convectional precipitation. These areas receive rainfall every day in the afternoon. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവം? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഹൈ ടെമ്പറേച്ചറും ഹൈ റെയിൻഫോളും ഉള്ള പ്രദേശമാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു പ്രദേശത്ത് എന്ത് കാണും? ഹൈ ടെമ്പറേച്ചർ കാണും, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്ത് ഹൈ റെയിൻഫാളുമാണ് ഉണ്ടാകാറ്. അപ്പോൾ ഈ ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ സൺറൈസ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ വെർട്ടിക്കലി അടിക്കുന്നത് കൊണ്ട് എന്താണ് അവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകാനായിട്ടുള്ള കാരണം. മിക്ക ദിവസങ്ങളിലും ആഫ്റ്റർനൂൺ സമയത്ത് ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ എന്താണ് റെയിൻഫാളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതാണ് 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും ഇതിനിടയിൽ വരുന്ന റീജിയനാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. ഹൈ റെയിൻഫോളും ഹൈ ടെമ്പറേച്ചറുമാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്നത് എന്താണ്? സൺറൈസ് ത്രൂ ഔട്ട് ദ ഇയർ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദ ഇയർ എന്താണ് വെർട്ടിക്കലി അടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് വരാൻ കാരണം. Evergreen forests are abundant in the equatorial climatic region due to high temperature and high rainfall. Further details of the equatorial climatic region will be discussed in the following chapter. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റുകളുടെ അബൻഡൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ കാണുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. ഇതിനും കാരണം ആ ഒരു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ ആണ്.
അപ്പോൾ അടുത്ത രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ആണ്. ഇപ്പോൾ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസ് എന്താണെന്ന് നോക്കാം. മൺസൂൺ ആർ സെവറൽ റിവേഴ്സൽ ഓഫ് വിൻഡ് സിസ്റ്റം. ഇപ്പോൾ മൺസൂൺ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു മൺസൂൺ? മൺസൂൺ എന്ന് പറയുന്നത് സാധാഗതിയിലുള്ള വിൻഡിൻ്റെ റിവേഴ്സലാണ്, അല്ലെങ്കിൽ റിവേഴ്സൽ ഓഫ് എ വിൻഡ് സിസ്റ്റമാണ് മൺസൂൺ എന്ന് പറയുന്നത്. These winds blow from the sea to land in summer and get reversed from the land to sea in winter. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് വിൻഡ്സ് അല്ലെങ്കിൽ മൺസൂൺ വിൻഡ്സ് സമ്മറിൽ സീയിൽ നിന്നും ലാൻഡിലേക്കും വിൻ്ററിൽ ലാൻഡിൽ നിന്നും സീയിലേക്കുമാണ് ജനറലി വീശാറ്. This region is known as monsoon climatic region because of the decisive influence of monsoon winds. അപ്പോൾ ഈ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്ന് ആ റീജിയനെ പറയാൻ കാരണം എന്താണ്? ആ ഒരു മൺസൂൺ വിൻഡിൻ്റെ ഡിസിസീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. അതായത് വലിയ രീതിയിലുള്ള ആ ഒരു മൺസൂൺ വിൻഡിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്ന പ്രദേശത്തെയാണ് നമ്മൾ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ മൺസൂൺ വിൻഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻസിനെയാണ് നമ്മൾ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈസ് മൺസൂൺ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ഓൺലി ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ നമുക്ക് അറിയാം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ് പ്രധാനമായിട്ടും മൺസൂൺ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്നാലും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മാത്രമാണോ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസ് ഉള്ളത് നമുക്ക് നോക്കാം. ഇതാ ഈ ലോകത്ത് കാണുന്ന ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, പിന്നെ ആഫ്രിക്കയുടെ ആ ഒരു ചെറിയൊരു പാർട്ട് കൊടുത്തിരിക്കുന്നു, ഓസ്ട്രേലിയയുടെ ആ ഒരു നോർത്തേൺ ഓസ്ട്രേലിയയുടെ ആ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്, നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലുള്ള ആ ഒരു സെൻട്രൽ അമേരിക്കയുടെ ആ ചെറിയ പാർട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു മൺസൂണിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്ന പ്രദേശമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൺസൂൺ ക്ലൈമറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിൻ്റർ. ഇൻ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസ് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ലോ ഇൻ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് വെരി ഹൈ ഇൻ ദ ഇൻറ്റീരിയർ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൺസൂൺ ക്ലൈമറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിൻ്റർ. ഇപ്പോൾ മൺസൂൺ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ സമ്മർ വളരെ ലോങ്ങും ഹ്യൂമിഡും ആയിരിക്കും, വിൻ്റർ എന്ന് പറയുമ്പോൾ ഷോർട്ട് ആൻഡ് ഡ്രൈ ആയിരിക്കും. ഇനി മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. കോസ്റ്റൽ ഏരിയസ് അല്ലെങ്കിൽ കടലിനോട് ചേർത്തുള്ള പ്രദേശങ്ങളിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കുറവായിരിക്കും. അതായത് നമ്മളറിയാമല്ലോ ആ ഒരു ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ, അതായത് കരയുടെ ഉള്ളിൽ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് ഫിസിയോഗ്രഫി, direction of wind and distance from the coast, rainfall distribution also varies in the monsoon regions. Regions with as little as 50 cm of rainfall to areas receiving over 1000 cm of annual rainfall can be found in this region. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഫിസിയോഗ്രഫി, കാറ്റിൻ്റെ ഡയറക്ഷൻ, കടലിൽ നിന്നുള്ള ദൂരം, അല്ലെങ്കിൽ ആ റെയിൻഫോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിനൊക്കെ അനുസരിച്ച് റെയിൻഫോളിൽ വ്യത്യാസമുണ്ട്. ഏകദേശം ഈ ഒരു മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസിൽ തന്നെ 50 സെൻറ്റിമീറ്റർ മാത്രം ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന പ്രദേശങ്ങളുമുണ്ട്, 1000 സെൻറ്റിമീറ്റർ മുകളിൽ ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന പ്രദേശങ്ങളുമുണ്ട്. Luxuriant growth of vegetation due to high temperature and rainfall helps forests in this region to become dense. Evergreen and deciduous forests are generally found here. However, deciduous trees are more common. Monsoon forests, also known as tropical deciduous forests, have a mixture of different types of trees depending on the amount of rainfall received. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ ആ ഒരു വെജിറ്റേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സസ്യജാലങ്ങളുടെയൊക്കെ നല്ല ഗ്രോത്ത് വരും. ടെമ്പറേച്ചർ കൂടിയതും ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നല്ല റെയിൻഫോളും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് കാട് നല്ല രീതിയിൽ വളരുന്നത്, അല്ലെങ്കിൽ കാടുകളുടെ രൂപീകരണമൊക്കെ വരുന്നത്. പിന്നെ ആ ഒരു പ്രദേശത്ത് എവർഗ്രീൻ ഫോറസ്റ്റും ഡെസിഡിയസ് ഫോറസ്റ്റും ഒക്കെ കാണാൻ പറ്റുമെങ്കിലും ഡെസിഡിയസ് ട്രീസാണ് എവർഗ്രീൻ ഡെസിഡിയസ് ട്രീസാണ് ആ ഒരു ഫോറസ്റ്റിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു എവർഗ്രീൻ ഡെസിഡിയസ് ഫോറസ്റ്റിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസിൽ. Monsoon forests are also known as tropical deciduous forests, having a mixture of different types of trees depending on the amount of rainfall received. അപ്പോൾ മൺസൂൺ കാടുകളെ നമ്മൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആ ഒരു ട്രീസിൻ്റെ ടൈപ്പ് വ്യത്യസ്തതരം ട്രീസ് ഉള്ളതുകൊണ്ടും ആ ഒരു റെയിൻഫോളിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് ട്രീസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതുകൊണ്ടും ഒക്കെ നമ്മളതിനെ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ മൺസൂൺ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ നോക്കുകയാണെങ്കിൽ മൺസൂൺ വിൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസ് ഫോം ചെയ്യാറ്. പ്രധാനമായിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും പിന്നെ ലോകത്തിൻ്റെ ചെറിയ ചില പാർട്സിലുമാണ് ഈ ഒരു
കൈൻഡ് ഓഫ് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ഫോം ചെയ്യുന്നത്. അല്ല നമുക്ക് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ പറഞ്ഞതുപോലെ 10 ഡിഗ്രി നോർത്ത് 10 ഡിഗ്രി സൗത്ത് അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു മൺസൂൺ വിൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ ഒരു മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കടലിൻ്റെ പ്രസൻസ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് കടലിൻ്റെ ഒരു ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കുറവായിരിക്കും. അകത്തേക്ക് പോകുമ്പോൾ കോസ്റ്റൽ ഏരിയാസിൽ നിന്ന് കൂടുതൽ അകത്തേക്ക് പോകുമ്പോൾ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടി വരും. പിന്നെ ഓരോ പ്രദേശത്തിൻ്റെ ഫിസിയോഗ്രഫി അനുസരിച്ചും അതിൻ്റെ കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചും ഒക്കെ അല്ലെങ്കിൽ റെയിൻഫോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചും ഒക്കെ റെയിൻഫോളിലും ആ ഒരു നമ്മുടെ മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിൽ വ്യത്യാസം വരും. മറ്റേ ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ ഏകദേശം എല്ലായിടത്തും ഒരേപോലുള്ള റെയിൻഫോളാണ്, ഉയർന്ന തരത്തിലുള്ള റെയിൻഫോളാണ് കിട്ടുന്നതെങ്കിൽ മൺസൂൺ ടൈപ്പിലേക്ക് മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യത്യാസമായിട്ട് വരും. അതായത് 50 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന പ്രദേശമുണ്ട്, 1000 സെൻറ്റിമീറ്റർ മുകളിൽ ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന പ്രദേശമുണ്ട്. പിന്നെ മൺസൂൺ കാലത്ത് അല്ലെങ്കിൽ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻസിൽ വെജിറ്റേഷൻസ് ഒക്കെ ലക്ഷറിയസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റും എവർഗ്രീൻ ഫോറസ്റ്റും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഡെസിഡിയസ് ട്രീസാണ് കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്, എന്നാലും എവർഗ്രീൻ ഫോറസ്റ്റും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. മൺസൂൺ ഫോറസ്റ്റുകളെ നമ്മൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഇതിന് കാരണം എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഈ ഒരു റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുള്ളത്. മൺസൂൺ റീജിയൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് areas in the world. High rainfall and availability of labor keeps monsoon climatic region as important agricultural regions. Tropical crops like rice, sugarcane, jute, cotton, tea and coffee are cultivated here. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്ത് ഒരുപാട് പോപ്പുലേറ്റഡ് ഏരിയയാണ്, അതായത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഈ മൺസൂൺ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ ഹൈ റെയിൻഫോൾ ഉണ്ട്, നല്ല രീതിയിലുള്ള ആളുകൾ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ എന്താണ്, ഒരുപാട് ലേബർ അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ ഉള്ളതുകൊണ്ട് കൃഷി ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ പുരോഗതി നേടുന്നുണ്ട്. റൈസ്, ഷുഗർക്കെയിൻ, ജൂട്ട്, കോട്ടൺ, ടീ, കോഫി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ എന്ന് പറയുന്നത്. Extensive subsistence agriculture is prevailing in this region. In drier areas, shifting cultivation, a primitive subsistence agriculture also exists. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറാണിത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഈ ഒരു പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും കൃഷി ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ഏരിയകളിൽ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പണ്ടൊക്കെ ചെയ്തു വന്നിരുന്ന ഈ ഒരു കൃഷി ചെയ്യുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക, കൃഷി ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളും അപൂർവം ചില സ്ഥലങ്ങളിൽ ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഹാസ് ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫ് ദ മൺസൂൺ റീജിയൻ. ഇപ്പോൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മൺസൂൺ റീജിയനിൽ തന്നെ പല സ്ഥലത്തും പല പേരിലാണ് ഈ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേരുകൾ പല സ്ഥലത്തും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. വിത്ത് ദ വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് റെയിൻഫോൾ, ദ ടൈപ്പ്, ഹൈറ്റ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്ലോറ ഓൾസോ വേരി. ഡൈവേഴ്സിറ്റി ഇസ് എവിഡൻറ്റ് ഇൻ ഫോണ ഓൾസോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെയിൻഫോളിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യം കൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഫ്ലോറ വേരി ചെയ്തിരിക്കും. ആ ഒരു ഫ്ലോറയും ഫോണയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഡൈവേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ എന്നും പറയുന്നത്. അപ്പോൾ അടുത്ത് സവാന ക്ലൈമറ്റിക് റീജിയൻ ആണ്. സവാനാസ് ആർ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഫൗണ്ട് ബിറ്റ്വീൻ 10 degree and 30 degree latitude in both hemispheres. These grasslands are known by different names in different regions. It is also known as savanna in Africa, Campos in southern Brazil, Llanos in Venezuela. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ രണ്ട് ഹെമിസ്ഫിയറിലും, 10 ഡിഗ്രി നോർത്ത് മുതൽ 30 ഡിഗ്രി നോർത്ത് വരെ നോർത്തേൺ ഹെമിസ്ഫിയറിലും, സതേൺ ഹെമിസ്ഫിയറിൽ 10 ഡിഗ്രി സൗത്ത് മുതൽ 30 ഡിഗ്രി സൗത്ത് വരെയുള്ള ആ ഒരു പ്രദേശത്താണ് സവാന ക്ലൈമറ്റിക് റീജിയൻസ് ഫോം ചെയ്യുന്നത്. ഇതും പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ആഫ്രിക്കയിൽ വരുമ്പോൾ ഇത് സവാന എന്നറിയപ്പെടും. ബ്രസീലിലേക്ക് പോകുമ്പോൾ, സതേൺ ബ്രസീലിലേക്ക് പോകുമ്പോൾ ക്യാമ്പോസ് എന്നാണ് അറിയപ്പെടുന്നത്. വെനസ്വലയിൽ ലാനോസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഈ ഒരു ക്ലൈമറ്റിക് റീജിയൻ അറിയപ്പെടുന്നത്, പൊതുവെ അറിയപ്പെടുന്നത്. Tropical grasslands have hot and humid summers and also cool and dry winters. The annual average temperature here between 21 degrees Celsius and 32 degrees Celsius, and also receive annual rainfall of 25 to 125 centimeter. ഇപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സ് ആണ്, അല്ലെങ്കിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് പ്രധാനമായിട്ടും സമ്മർ റീജിയനിൽ വരിക, സമ്മർ സമയത്ത് വരിക. വിൻ്ററിലേക്ക് വരുമ്പോൾ, തണുപ്പ് കാലത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതായത് ചൂട് കാലത്ത് എക്സ്ട്രീം ചൂടായിരിക്കും, തണുപ്പ് കാലത്ത് എക്സ്ട്രീം തണുപ്പായിരിക്കും. ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ, അതായത് ഒരു വർഷത്തെ ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21 ഡിഗ്രി സെൽഷ്യസിനും 32 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ആനുവൽ റെയിൻഫോൾ ഏകദേശം 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും സാധാരണ കിട്ടുക. അപ്പോൾ ഇതിനിടയിലായിരിക്കും ആവറേജ് ടെമ്പറേച്ചറും ആവറേജ് റെയിൻഫോളും ഒക്കെ വരുന്നത്.
സാധാ വർഷങ്ങളിൽ. Deciduous trees and tall grasses are the dominant vegetation of this region. As we move closer to the deserts, short bushes and thorny forests are seen. The forest and the grasslands here provide a favorable habitat of wild animals. Herbivorous animals like giraffe, zebras abound in these grasslands. Carnivorous animals like lion and tiger are also found here. അപ്പോൾ അവിടെയും കാണപ്പെടുക ഡെസിഡിയസ് ട്രീസും നല്ല ഉയരമുള്ള പുല്ലുകളുമായിരിക്കും, ഗ്രാസസും ആയിരിക്കും. അതാണ് അവിടെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന വെജിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു സസ്യവിഭാഗം അല്ലെങ്കിൽ സസ്യജാല വിഭാഗം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഡെസിഡിയസ് ട്രീസും ടോൾ ഗ്രാസസും ഒക്കെയാണ്. അതിന് ഡെസേർട്ടിലേക്ക് കൂടുതൽ പോകുമ്പോൾ അവിടെ ചെറിയ മുള്ളുകളുള്ള ത്രോണി ഫോറസ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് ബുഷസും ചെറിയ കുറ്റിക്കാടുകളും എല്ലാം കാണാൻ പറ്റും. ദ ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ്ലാൻഡ്സ് ഹിയർ പ്രൊവൈഡ് എ ഫേവറബിൾ ഹാബിറ്റ് ഫോർ വൈൽഡ് അനിമൽസ്. സാധാരണയായിട്ട് വൈൽഡ് അനിമൽസ് നല്ല രീതിയിൽ കാണുന്ന സ്ഥലമാണിത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെർബിവോറസ് അനിമൽസ് ആയ, അതായത് സസ്യഫുക്കുകളായ ജിറാഫ്സ്, സീബ്രാസ് തുടങ്ങിയ ആനിമൽസും അതുപോലെ തന്നെ കാർണിവോറസ് അനിമൽസ് ആയ ലയൺ, ടൈഗറൊക്കെ ഇവിടെ സാധാരണഗതിയിൽ കാണാറുള്ള ആനിമൽസാണ്. Although soil found here is relatively fertile, due to low rainfall, dry farming that requires less amount of water is adopted. Animal husbandry and agriculture are the means of livelihood of the people. Population density in this is generally low in the savanna region. Maasai and indigenous tribes of the African savanna leads a pastoral life. Cash crops are cultivated extensively in the savanna areas of former European colonies. Cotton cultivation in Sudan and coffee cultivation in Brazil are examples. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സോയിലൊക്കെ ഇവിടെ ഫെർട്ടൈൽ ആണെങ്കിലും ഈ റെയിൻഫോൾ വളരെ കുറവായതുകൊണ്ട് ഡ്രൈ ഫാർമിംഗ് എന്ന് പറയുന്ന ഒരു കൃഷി രീതിയാണ് ഇവർ അവലംബിച്ചിരിക്കുന്നത്. കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ മൃഗപരിപാലനവും അതുപോലെ തന്നെ കൃഷിയൊക്കെയാണ് ഇവരുടെ പ്രധാന ഈ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രധാന ഒരു ലിവ്ലിഹുഡ് അല്ലെങ്കിൽ വരുമാന മാർഗ്ഗം എന്നൊക്കെ പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ജനസാന്ദ്രതയൊക്കെ ഈ റീജിയനിൽ സവാന റീജിയൻസിൽ വളരെ കുറവാണ്. അവിടെ സാധാരണ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഇൻഡിജിനസ് ട്രൈബ്സ്, പ്രാദേശിക ഗോത്രവർഗ്ഗങ്ങൾ, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? പാസ്റ്ററൽ ലൈഫാണ് ലീവ് ചെയ്യുന്നത്. അതായത് ഈ കന്നുകാലികളെ മറ്റ് ജീവികളൊക്കെ വളർത്തിയൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. ഈ യൂറോപ്യൻ കോളനീസൊക്കെ ആയിരുന്ന സ്ഥലങ്ങൾ, ഈ യൂറോപ്യന്മാരുടെ അധിനിവേശത്തിന് കീഴിൽ അവർ ഭരിച്ചിരുന്ന ആ ഒരു റീജൻസ്, ഈ സവാന റീജൻസ് വരുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ക്യാഷ് ക്രോപ്സിൻ്റെ, അതായത് കോട്ടനൊക്കെ സുഡാനിൽ കൃഷി ചെയ്യുന്നുണ്ട്, ബ്രസീലിലൊക്കെ കോഫിയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലുള്ള ക്യാഷ് ക്രോപ്സ് കൃഷിയൊക്കെ സാധാരണഗതി കാണാൻ പറ്റും. When we approach the western margins of tropical grasslands, heights of the trees gradually decrease with a decrease in rainfall. This ഈസ് ഫോളോഡ് ബൈ ഡെസേർട്ട് വെജിറ്റേഷൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും വെസ്റ്റേൺ സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ആ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിൻ്റെ വെസ്റ്റേൺ സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മരങ്ങളുടെ ഹൈറ്റൊക്കെ കുറഞ്ഞു വരും. അങ്ങനെ നമ്മൾ ഡെസേർട്ട് വെജിറ്റേഷനിലേക്ക് അവസാനം എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോവുകയാണ് ഹോട്ട് ഡെസേർട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിട്ടാണ് അടുത്ത് പോകുന്നത്. We have discussed the characteristics of tropical grasslands and monsoon climatic regions. Though located at the same latitudes, hot deserts are regions with very little rainfall. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സിൻ്റെയും മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊക്കെ വേറെ കുറേ സിമിലർ ലാറ്റിറ്റ്യൂഡിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഹോട്ട് ഡെസേർട്സിൽ വളരെ കുറച്ച് റെയിൻഫോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഫാക്ടർ റെയിൻഫോളാണ്. അപ്പോൾ ഈ റെയിൻഫോളുള്ള പ്രദേശങ്ങൾക്കനുസരിച്ചാണ്, റെയിൻഫോളിന് ഇൻഫ്ലുവൻസ് എന്ന് വേറെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും റെയിൻഫോൾ വരുന്ന ആ ഒരു സ്ഥലങ്ങളെ അപേക്ഷിച്ചാണ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ജീവിതവും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹോട്ട് ഡെസേർട്സിലേക്ക് പറയുമ്പോൾ വളരെ കുറച്ച് റെയിൻഫോൾ മാത്രമേ കിട്ടത്തുള്ളൂ. Tropical deserts are the hottest regions on Earth with an average annual temperature of 30 degrees Celsius. ഈ ലോകത്ത് തന്നെ ഏറ്റവും ചൂടുള്ള പ്രദേശങ്ങളെന്ന് പറയുന്ന ഈ ഒരു ഹോട്ട് ഡെസേർട്സ് ആണ്, ട്രോപ്പിക്കൽ ഡെസേർട്സ് ആണ്. ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടുത്തെ ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് റെക്കോർഡ് ടെമ്പറേച്ചർ ഇൻ അൽ അസീസിയ ഇൻ ദ സഹാറൻ ഡെസേർട്ട് ഈസ് 58 ഡിഗ്രി സെൽഷ്യസ്. ഹൈ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മേക്സ് ഡെസേർട്ട് ക്ലൈമറ്റ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സഹാറ മരുഭൂമിയിലെ തന്നെ ഹയസ്റ്റ് റെക്കോർഡ് ടെമ്പറേച്ചർ അൽ അസീസിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 58 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് റെക്കോർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആനുവൽ ടെമ്പറേച്ചർ അല്ല, ഹയസ്റ്റ് റെക്കോർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അൽ അസീസിയ.
അവിടെ എന്താണ് ഈ ഒരു ഹൈ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റ് വളരെ ഡിഫിക്കൽട്ടാണ്. ടെമ്പറേച്ചറിലെ ക്ലൈമറ്റൊക്കെ അല്ലെങ്കിൽ ഡെസേർട്ടിലെ ക്ലൈമറ്റൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ് ഫേസ് ചെയ്യാനൊക്കെ. കാരണം ഡയണൽ റേഞ്ച് വളരെ കൂടുതലാണ്. അതായത് ചൂട് സമയത്ത് നല്ല ചൂട്, പകൽ സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും, രാത്രിയൊക്കെ ആകുമ്പോൾ വളരെ നല്ല തണുപ്പായിരിക്കും. ആ ഒരു സംഭവമാണ്. Annual rainfall in desert areas is generally less than 25 centimeter, and in some places it may not rain for several years. In the tropical region, hot deserts are located mostly on the western margins of the continent. As the trade winds travel across the continents and reach the western margins, the wind loses its moisture and becomes dry. Therefore, the western margins of the continent remain dry throughout the year. This is the main reason for the formation of deserts on the western margins of the continent. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ആനുവൽ റെയിൻഫോൾ 25 സെൻറ്റിമീറ്ററിലും താഴെയായിരിക്കും. വളരെ വളരെ വിരളമായിട്ട് മാത്രമേ മഴ പെയ്യാറുള്ളൂ. ചില പ്രദേശങ്ങളൊന്നും വർഷങ്ങൾക്കിടയിലായിരിക്കും എപ്പോഴെങ്കിലും മഴ പെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ട്രേഡ് വിൻഡ്സ് അടിക്കുന്ന പ്രദേശമാണെങ്കിലും ഈ ഒരു വെസ്റ്റേൺ പോയിന്റിലേക്കൊക്കെ വരുമ്പോൾ അതിനകത്തെ ആ ഒരു വിൻഡിലെ ആ ഒരു ഈർപ്പമൊക്കെ നശിച്ച് അവസാനം ഡ്രൈ വിൻഡ് മാത്രമായിട്ടാണ് അവിടേക്ക് അടിക്കുന്നത്. അപ്പോൾ അതുവഴി ആ ഒരു വെസ്റ്റേൺ മാർജിൻസൊക്കെ ത്രൂ ഔട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് തുടരുന്നത്. ദിസ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡെസേർട്സ് ഓൺ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു കോണ്ടിനെൻറ്റ് വെസ്റ്റേൺ മാർജിൻസിലൊക്കെ എന്ത് ഫോം ചെയ്യുന്നത്, ഡെസേർട്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. Plants adapted to low rainfall climates such as cactus, shrubs and palms are mostly found here. Oases are formed in the places where water resources are found. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാക്ടസ് അല്ലെങ്കിൽ കല്ലുമുൾച്ചെടി, ഷ്രബ്സ്, പന, പാംസ് അതൊക്കെയാണ് പ്രധാനമായിട്ടും ആ പ്രദേശങ്ങളിൽ വളരുന്നത്. ഈ വെള്ളം അവിടെ ചില സ്ഥലങ്ങളിൽ കാണും. അവിടെയൊക്കെ ഒയാസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്തെടുക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ ഒരു കുറച്ച് ആ ഒരു ഗ്രീൻ ഏരിയാസ് ഫോം ചെയ്യും. ദീസ് ഏരിയാസ് ആർ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ഡ്യൂ ടു ദ അൺഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. However, there are indigenous tribal communities who have adapted to the adverse condition in the most of the desert regions. The Bushmen of Kalahari Desert are the example for this. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രദേശത്തൊക്കെ ഒയാസിസിൻ്റെ അടുത്തൊക്കെ വളരെ ആൾപ്പാർപ്പ് കുറവാണ്. ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസൊക്കെ ഉണ്ട്. കലഹാരി ഡെസേർട്ടിലെ ആ ഒരു ബുഷ്മൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അതിനൊരു എക്സാമ്പിളാണ്. Agriculture and animal husbandry are the main means of livelihood in desert. Another factors that promote human life in the desert is the presence of economically valuable minerals. Gold mining in Australia and copper in Atacama Desert are examples for this. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ളവരുടെ പ്രധാന വരുമാന മാർഗ്ഗം കൃഷിയും അനിമൽ ഹസ്ബൻഡറിയും തന്നെയാണ്. കന്നുകാലി വളർത്തലും കൃഷിയൊക്കെ തന്നെയാണ്. പിന്നെ പ്രധാന മറ്റൊരു കാര്യം അവിടെ ആൾക്കാർ വരുന്നതിലുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ വാല്യുബിൾ മിനറൽസ് അല്ലെങ്കിൽ മൂല്യമുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ കാണും. ഈ ഓസ്ട്രേലിയക്ക് ഗോൾഡ് മൈനിങ് നടത്തുന്നുണ്ട്. അറ്റക്കാമ ഡെസേർട്ടിലൊക്കെ കോപ്പർ മൈനിങ് നടത്തുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡിസ്കവറി ഓഫ് പെട്രോളിയം ഡിപ്പോസിറ്റ്സ് ആൻഡ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ഓയിൽ മൈനിങ് ഇൻ ദ സഹാറ ആൻഡ് അറേബ്യൻ ഡെസേർട്സ് ഹാവ് ചേഞ്ച് ദ വെരി ഫേസ് ഓഫ് ദീസ് റീജിയൻസ്. അറേബ്യൻ മരുഭൂമിയിലും സഹാറ മരുഭൂമിയിലും ഒക്കെയുള്ള പെട്രോളിയത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ എണ്ണ ഖനനത്തിൻ്റെയൊക്കെ ആ ഒരു ഓപ്പർച്യൂണിറ്റി വഴി ഈ ഒരു പ്രദേശങ്ങളുടെ മുഖം തന്നെ മാറിയിട്ടുണ്ട്. We have discussed these different climatic regions in the tropical. Now let's familiarize with the characteristic features of the climate regions in the temperate zone. അപ്പോൾ അടുത്ത് നമ്മൾ ടെമ്പറേറ്റ് റീജിയൻസിൻ്റെ ആ ഒരു ക്ലൈമറ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത പാർട്ട് വീഡിയോയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു.